ഈരാറ്റുപേട്ട നഗരസഭയിലെ ഇടതുപക്ഷ കൗൺസിലർമാരാണ്. 29 അംഗ കൗൺസിലിൽ 10 അംഗങ്ങളാണ് ഞങ്ങളുള്ളത്. നിലവിൽ ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് നഗരസഭാ കൗൺസിലർമാരായ സവാദ്, റാസി, റാസി, ഇൽമിനിസ ഷാഫി, ഷാഹിദ വെളിയത്ത്, നെസ്നി ഹസീബ്, സൗമി റാസി, ജസ്ന ഷാഹിർ, ഭീമ സജീർ എന്നിവരാണ് നിലവിൽ ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. നിലവിൽ ഈ വാർത്താ സമ്മേളനം വിളിച്ചു ചേർക്കാനുണ്ടായ സാഹചര്യം നിങ്ങൾക്കറിയാം. കഴിഞ്ഞ ദിവസം 18-ാം തീയതി ഈരാറ്റുപേട്ട നഗരസഭയിലെ PK അലിയാർ മെമ്മോറിയൽ കമ്മ്യൂണിറ്റി ഹാളിന്റെ ഉദ്ഘാടനമായിരുന്നു. ആ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ കൗൺസിലർമാർ വിട്ടുനിൽക്കുന്നു എന്നുള്ള കാര്യം നിങ്ങളെ ഏവരെയും അറിയിച്ചതാണ്. ഇടതുപക്ഷ കൗൺസിലർമാർ വിട്ടുനിൽക്കാനുണ്ടായ സാഹചര്യം എന്തെന്നാൽ, നിലവിൽ ആ കമ്മ്യൂണിറ്റി ഹാളുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ പരിശോധനയിൽ മനസ്സിലായത്, പെട്ടെന്ന് ഒരു ഉദ്ഘാടനം നടത്തുന്ന സാഹചര്യത്തിലേക്ക് നഗരസഭാ ഭരണസമിതി പോയി എന്നുള്ളതാണ്. അടിസ്ഥാനപരമായി ആ കമ്മ്യൂണിറ്റി ഹാളിൽ വേണ്ടത് ഒരു ടോയ്ലറ്റ്, അതുപോലെ തന്നെ വൈദ്യുതി, വെള്ള സൗകര്യം അടക്കം വേണ്ട സാഹചര്യം ആ കമ്മ്യൂണിറ്റി ഹാളിലുണ്ട്. ആ തിടുക്കപ്പെട്ട ഉദ്ഘാടനം നടത്തിയത് കൊണ്ടാണ്, അതില്ലാതെ തിടുക്കപ്പെട്ട ഉദ്ഘാടനം നടത്തിയത് കൊണ്ടാണ് ഞങ്ങൾ അതൊരു പ്രഹസനം എന്ന നിലയിൽ ഞങ്ങൾ ആ പ്രോഗ്രാമിൽ നിന്നും വിട്ടുനിന്നത്. നിങ്ങൾക്ക് മാധ്യമപ്രവർത്തകർക്ക് ആ ബിൽഡിങ്ങിലേക്ക് ചെന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. നിലവിൽ 2 ഫ്ലോറാണ് ആ ബിൽഡിംഗ് ഉള്ളത്. ആദ്യത്തെ നിലയിൽ നിരവധി ഷട്ടർ മുറികളുണ്ട്. ആ മുറികളുടെ ഏറ്റവും പുറകു ഭാഗത്തായിട്ട് 2 ടോയ്ലറ്റ് ഉണ്ട്. ആ ടോയ്ലറ്റ് വർഷങ്ങളായി എന്ന് പറയാം, ഉപയോഗശൂന്യമായി കിടക്കുന്ന സാഹചര്യമാണുള്ളത്. അവിടുത്തെ അവിടുത്തെ കച്ചവടം നടത്തുന്ന വ്യാപാരികളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ടോയ്ലറ്റിൽ നിലവിൽ ഉപയോഗിക്കാനായിട്ട് വെള്ള സൗകര്യമില്ല. നിലവിൽ ആ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന നഗരസഭയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങളായിട്ടുള്ള വയോമിത്രത്തിന്റെ ഓഫീസ്, അതുപോലെ തന്നെ CDSന്റെ ഓഫീസ്, ഈ ഓഫീസുകളിലെല്ലാം നിരവധി സ്ത്രീകൾ ജോലിക്കാരായിട്ടുണ്ട്. ആ സ്ത്രീകൾ ടോയ്ലറ്റ് ഉപയോഗിക്കാതെ, ടോയ്ലറ്റ് സൗകര്യം ഇല്ലാത്ത ആ ബിൽഡിങ്ങിലാണ് ഉപയോഗിക്കുന്നത്. അവരുടെ പ്രാഥമിക ടോയ്ലറ്റ് സൗകര്യം അവർ നടത്തുന്നത് ഒന്നല്ലെങ്കിൽ നഗരസഭയിൽ വന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബിൽഡിങ്ങിൽ വന്നിട്ടോ ആണ് നടത്തുന്നത്. നമുക്ക് ഞങ്ങളെ സംബന്ധിച്ച് നഗരസഭയിൽ പുതിയ കെട്ടിട സമുച്ചയങ്ങൾ വരണമെന്നും, ഈരാറ്റുപേട്ട നഗരസഭ വലിയ വലിയ കെട്ടിട സമുച്ചയങ്ങൾ നിർമ്മിച്ച് നമ്മുടെ നാടിന് ഗുണകരമാകണമെന്നും ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഭരണസമിതി, ഈരാറ്റുപേട്ട നഗരസഭയിലെ 29 അംഗ ഭരണസമിതിയും അധികാരത്തിലെത്തിയപ്പോൾ ഹൗസിയ ഓഡിറ്റോറിയത്തിൽ ഒരു പ്രോഗ്രാം വിളിച്ചിരുന്നു. ആ പ്രോഗ്രാമിൽ അന്ന് ഞങ്ങളുടെ പാർട്ടി, ഞങ്ങളുടെ എല്ലാ ഇടതുപക്ഷ പാർട്ടികളും ഞങ്ങളുടെ എല്ലാം തീരുമാനം എന്ന് പറയുന്നത് നഗരസഭയിലെ വികസന കാര്യങ്ങളിൽ ഒറ്റക്കെട്ടായി നിൽക്കുക എന്നുള്ളതായിരുന്നു. ഇപ്പോഴും ആ തീരുമാനത്തോട് മാറ്റമൊന്നുമില്ല. പക്ഷേ ഞങ്ങൾ 10 പേർ നഗരസഭയിലെ ഭരണസമിതി അംഗങ്ങളിൽപ്പെട്ട ആളുകളല്ല. നേരെ മറിച്ച് ഇടതുപക്ഷത്തിന്റെ ഭാഗമായി ഭരണസമിതിയിലുള്ള ആളുകളല്ല. നേരെ മറിച്ച് ഞങ്ങളുടെ ജനങ്ങളോട്, ഈ നാട്ടിലെ ഭരണസമിതിയോട് ഞങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കുക എന്ന് പറയുന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം ഞങ്ങൾ നിറവേറ്റേണ്ടതായിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഈ നഗരസഭയുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും. അത് ജനങ്ങളോട് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ഭരണസമിതിയോട് അതിന്റെ സൊല്യൂഷൻ ആവശ്യപ്പെട്ട് ഏതൊക്കെ തരത്തിൽ അതിന്റെ മുന്നണിയിൽ നിന്ന് സമര പ്രതിഷേധ പരിപാടികൾ അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിൽ ഇടപെടണമോ ആ ഇടപെടലുകളെല്ലാം നടത്തുകയും ചെയ്യും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രധാനമായി സൂചിപ്പിക്കാനുള്ള വിഷയം ഇതാണ്. ഞങ്ങൾ വാർത്താ സമ്മേളനം വിളിച്ചതിൽ പ്രധാനമായി സൂചിപ്പിക്കാനുള്ള വിഷയം ഇതാണ്. നിങ്ങൾ
മാധ്യമപ്രവർത്തകർ ഈരാറ്റുപേട്ടയിലുമായി ബന്ധപ്പെട്ടും ഈ പ്രദേശവും ആകമായും ബന്ധപ്പെട്ട് നിൽക്കുന്ന മാധ്യമപ്രവർത്തകരാണ്. നിങ്ങൾ ആ ബിൽഡിംഗ് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ ഈ പറഞ്ഞതിലുള്ള വസ്തുത. പിന്നെ നഗരസഭയുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ എക്സ്റേ യൂണിറ്റ് പ്രവർത്തനരഹിതമാണ്. 2024 ജൂൺ മാസം 24-ാം തീയതി അന്നത്തെ ഭരണസമിതി ഉദ്ഘാടനം ചെയ്ത എക്സ്റേ യൂണിറ്റ് ഇതുവരെ പ്രവർത്തനമായിട്ടില്ല. ഒരു ഭരണത്തിന്റെ കീഴിലുള്ള ഒരു ഹോസ്പിറ്റലിൽ വർഷങ്ങളായിട്ട് ഒരു എക്സ്റേ യൂണിറ്റ്, നാടിന് ഗുണകരമാകേണ്ട യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തതിനു ശേഷം പ്രവർത്തിക്കാതിരിക്കുക എന്ന് പറയുന്നത് എന്ത് വിരോധാഭാസമാണ്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉപകാരപ്പെടേണ്ട ഒരു സാധനമാണ്. അതുപോലെ തന്നെ ഈ നാട്ടിലെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ, നഗരസഭയുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വിവാദമായ ഒരു വിഷയമാണ് നമ്മുടെ നഗരസഭ സ്റ്റാൻഡിംഗ് കൗൺസിലായി അഡ്വക്കേറ്റ് പീർ മുഹമ്മദ് ഖാനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം. ഈ വിഷയത്തിൽ 23/3/2026 10/2026 നമ്പർ നോട്ടീസ് പ്രകാരം 27/3/2026 നടന്ന 18-ാം നമ്പർ അജണ്ട നഗരസഭ സ്റ്റാൻഡിംഗ് കൗൺസിലായി അഡ്വക്കേറ്റ് പീർ മുഹമ്മദ് ഖാനെ നിയമിക്കുന്നത് സംബന്ധിച്ചായിരുന്നു. ആ അജണ്ട പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, അന്ന് നിലവിൽ ഈ അജണ്ട നടക്കുമ്പോൾ ഞങ്ങളെല്ലാം പുതിയ കൗൺസിലർമാരാണ്. ഞങ്ങൾക്ക് 13/2/2025 ഈരാറ്റുപേട്ട നഗരസഭയുടെ സെക്രട്ടറി അദ്ദേഹത്തിന്റെ പേരിലുള്ള, കുടുംബത്തിന്റെ പേരിലോ അദ്ദേഹത്തിന്റെ പേരിലോ ഉള്ള ഒരു ബിൽഡിംഗ്, ആ ബിൽഡിങ്ങിന്റെ 3-ാം നിലയും 4-ാം നിലയും അധികമായി നിർമ്മിച്ചിട്ടുള്ളത് കൊണ്ട് ആ ബിൽഡിംഗ് പൊളിച്ചു നീക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് നൽകിയിട്ടുള്ളതാണ്. അതിൻ പ്രകാരം ആ ബിൽഡിങ്ങിന്റെ ഉടമസ്ഥാവകാശമുള്ള ആളെന്ന നിലയിൽ നിലവിൽ കോടതിയിൽ ആ കേസ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ സ്റ്റാൻഡിംഗ് കൗൺസിലായിട്ട്, നഗരസഭയുടെ സ്റ്റാൻഡിംഗ് കൗൺസിലായിട്ട് ഈ കേസിന് ആസ്പദമായി കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളെ തന്നെ നിയമിക്കുന്ന, അല്ലെങ്കിൽ ആ കുടുംബത്തിൽപ്പെട്ട ഉടമസ്ഥാവകാശമുള്ള ആളെ തന്നെ നിയമിക്കുന്ന സാഹചര്യം വരുന്നത് എന്ത് വിരോധാഭാസമാണ്. അത് നഗരസഭ ഭരണസമിതിയുടെ അറിവോട് കൂടിയാണ് അത് ഉണ്ടായിട്ടുള്ളത് എന്നത് വ്യക്തമാണ്. കാരണം നഗരസഭയിലെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നഗരസഭയെ ബന്ധപ്പെട്ട് കോടതിയിൽ ഒരു കേസ് വരുമ്പോൾ നഗരസഭയെ പ്രതിനിധീകരിക്കേണ്ട വ്യക്തി നഗരസഭയിലെ ഒരു ബിൽഡിങ്ങിന്റെ പേരിൽ നോട്ടീസ് അയക്കപ്പെട്ട് ആ നഗരസഭയുടെ നടപടിക്ക് വേണ്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ അയാളെ തന്നെ ഈ നഗരസഭയുടെ താക്കോൽ ഏൽപ്പിക്കുന്ന, അല്ലെങ്കിൽ കോടതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏൽപ്പിക്കുന്ന രീതി, അത് എനിക്ക് തോന്നുന്നു മറ്റൊരിടത്തും കാണാൻ സാധിക്കില്ല എന്നു. ഇത് ഭരണസമിതി അറിയാതെ ചെയ്തതാണോ, ഇനി മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തോടുള്ള താല്പര്യത്തിന്റെ ഭാഗമായി ചെയ്തതാണോ എന്ന് പരിശോധിക്കണം. നിലവിൽ ഞങ്ങൾ 10 കൗൺസിലർമാരും ഈ വിഷയം നഗരസഭാ സെക്രട്ടറിയെ കണ്ട് തടഞ്ഞു വെക്കണമെന്ന് ആവശ്യപ്പെട്ട് നിലവിൽ നഗരസഭാ സെക്രട്ടറി ആ വിഷയം തടഞ്ഞു വെച്ചിരിക്കുകയാണ്. കൃത്യമായ ഫോളോ അപ്പ് ആ വിഷയത്തിൽ ഞങ്ങൾ നടത്തി കഴിഞ്ഞു. ഇനി നഗരസഭയ്ക്ക് ഞങ്ങൾ നോട്ടീസ് കൊടുക്കും. നിലവിൽ ടിയാനെ ഒഴിവാക്കി മറ്റൊരാളെ, നിലവിൽ സുനിൽ മുഹമ്മദ് എന്ന് പറയുന്ന ആളാണ് നമ്മുടെ MGHSന്റെ കേസ് ഉൾപ്പെടെയുള്ള കേസുകളിൽ നഗരസഭയ്ക്ക് വേണ്ടി അപ്പിയർ ചെയ്തത്, ഹൈക്കോടതിയിൽ അപ്പിയർ ചെയ്തത്. ഇനി പുതിയ ഒരാളെ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇയാളെ ഒഴിവാക്കിക്കൊണ്ട് മറ്റൊരാളെ നിയമിക്കുന്നതിന് നമുക്ക് തടസ്സമൊന്നുമില്ല. പക്ഷെ നഗരസഭയുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ കെട്ടിട നിർമ്മാണത്തിന്റെ പേരിൽ നോട്ടീസ് അയക്കപ്പെട്ട, നോട്ടീസ് കൈപ്പറ്റിയ ആളെന്ന നിലയിൽ അയാളെ നിയമിക്കുന്നതിന് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അല്ലെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ആ തീരുമാനത്തോട് കൂട്ടുനിൽക്കുക എന്ന് പറയുന്നത് ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ ജനങ്ങളെ പറ്റിക്കുന്നതിന്, ഇവിടെ നിരവധിയായ വിഷയങ്ങൾ വരുമ്പോൾ ഒരാൾക്ക് വേണ്ടി മാത്രം അങ്ങനെ ഒരു നിയമം പൊളിച്ചെഴുതുന്ന രീതി, അത് ശരിയായ രീതിയല്ല. നഗരസഭ ഭരണസമിതി അത് പരിശോധിക്കണമെന്നാണ് ഈ ഘട്ടത്തിൽ വാർത്താ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ കഴിഞ്ഞ ദിവസം നടന്ന ഒരു നിയമനവുമായി ബന്ധപ്പെട്ട് 11-ാം ഡിവിഷനിലെ ആശാ വർക്കറുടെ നിയമനം. 11-ാം ഡിവിഷനിലെ ആശാ വർക്കറുടെ നിയമനം എന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മുടെ വാർഡുകളിലെ കുട്ടികളുടെ പരിചരണമാണ് ആശാ വർക്കറുടെ, കുട്ടികളുടെ പരിചരണവും സാമൂഹ്യ ചുറ്റുപാടും അതുപോലെ തന്നെ ആ പ്രദേശത്തെ ആ വാർഡുകളിലെ
ആരോഗ്യപരമായ കുറ്റങ്ങളെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ കണ്ടെത്തി മെഡിക്കൽ ഓഫീസുമായി ബന്ധപ്പെട്ട് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുക. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ആശാവർക്കർ നടത്തേണ്ടത്. പോളിയോ കുത്തിവെപ്പ്, നിരവധിയായിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആശാവർക്കറുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ആശാവർക്കറുടെ നിയമനവുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ടും നഗരസഭയിൽ ഒരു നിയമനം നടത്തുമ്പോൾ, ഒരു താൽക്കാലിക നിയമനം നടത്തുമ്പോൾ ഭരണസമിതിയുടെ കക്ഷിയിൽപ്പെട്ട ആർക്കെങ്കിലും നിയമനം കൊടുക്കാറുണ്ട്. ഇതിനു മുമ്പ് ഒരു നിയമനം നടത്തിയിരുന്നു. ഏതാ, നമ്മുടെ അയ്യങ്കാളി സെക്ഷനിലെ ഓവർസിയറെയും അതുപോലെ തന്നെ മറ്റൊരു തസ്തികയും നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു നിയമനം നടത്തിയിരുന്നു. അതിലൊന്നും നമുക്ക് ആക്ഷേപമില്ല. സ്വാഭാവികമായിട്ടും ഈരാറ്റുപേട്ടയിലെ വിദ്യാസമ്പന്നരായിട്ടുള്ള ആ ക്വാളിഫിക്കേഷനുള്ള ആളുകളെ നിയമിക്കുന്നതിനും നമുക്ക് ആക്ഷേപമില്ല. പക്ഷേ ഒരു ആരോഗ്യ രംഗവുമായി ബന്ധപ്പെട്ട് അതുമായി പ്രവർത്തന പരിചയമുള്ള ഒരാളെ നിയമിക്കുന്നതിന് പകരം യാതൊരു വിധത്തിലുള്ള ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ ആ പ്രവർത്തന പരിചയത്തിൽ യാതൊരു പ്രവർത്തന സമ്പത്തോ ഇല്ലാത്ത ഒരാളെ നിയമിച്ചത് വഴി വലിയ ഗുരുതരമായ ഒരു കുറ്റം അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നിലവിൽ ആ ഇന്റർവ്യൂവിൽ പങ്കെടുത്ത നഗരസഭയിലെ 3 കൗൺസിലർമാർ, ചെയർമാനും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ആ വാർഡിലെ 11ാം വാർഡിലെ ഡിവിഷൻ കൗൺസിലറും അതുപോലെ തന്നെ മെഡിക്കൽ ഓഫീസറും 2 നേഴ്സിംഗ് ഉദ്യോഗസ്ഥരുമാണ് അവിടെ ആ ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ട് നഗരസഭയിൽ പങ്കെടുത്തത്. 4-5 പേരെങ്ങാണ്ടോ ആണ് അതിൽ ആ ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ടത് അവിടെ ഇന്റർവ്യൂവിന് എത്തിയത്. അതിൽ അവിടെ ആ വാർഡിലെ സ്ഥിരമായി ഈ ആശാവർക്കറുടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന, താൽക്കാലിക ജോലി ചെയ്തുകൊണ്ടിരുന്ന 2-3 പേര് അവിടെ ഉണ്ടായിരുന്നു. നല്ല ഇന്റർവ്യൂവിന് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ ഉത്തരം പറഞ്ഞ ആളുകളാണ്. അവരെ നിയമിക്കുന്നതിന് പകരം, കൃത്യമായി പരിചയ സമ്പത്തുള്ള ആളെ നിയമിക്കുന്നതിന് പകരം ആ വാർഡിലെ, വ്യക്തിപരമായി പറയുന്നതല്ല, ആ വാർഡിലെ ഒരു അംഗത്തെ തീരുമാനിച്ചത് സ്വാഭാവികമായിട്ടും അവരുടെ കുടുംബത്തിലെ പ്രതിരോധ കുത്തിവെപ്പ് പോലും എടുക്കാത്ത ഒരു കുടുംബത്തിലെ അംഗത്തെ നിയമിച്ച ഒരു നടപടി, അത് തെറ്റായ നടപടിയാണ്. സാധാരണയുള്ള നമ്മുടെ നിയമനങ്ങൾ പോലെ ഈ ആശാവർക്കറുടെ നിയമനത്തെ നഗരസഭാ ഭരണസമിതി രാഷ്ട്രീയ പ്രേരിതമായി കണ്ടത് തെറ്റായ നടപടിയായി പോയി എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അതാണ് ആ വിഷയത്തെ സംബന്ധിച്ച് പറയാനുള്ളത്. പിന്നെ നമ്മുടെ നഗരസഭയിലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ കാര്യം എല്ലാവർക്കും അറിയാം. നല്ല മഴയാകുമ്പോൾ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ചെളി പുരണ്ട്, ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മഴയില്ല. ആ മഴയില്ലാത്ത ഘട്ടത്തിൽ മഴയത്ത് പെയ്തൊലിച്ചു വരുന്ന ചെളികൂണ്ടങ്ങൾ നമ്മുടെ പൊതു റോഡിലേക്ക് വന്ന് ആ റോഡിൽ വാഹനങ്ങൾ പോകുമ്പോൾ പൊടിപടലങ്ങളായി അതുവഴി പോകുന്ന ബൈക്ക് യാത്രക്കാരുടെ എല്ലാം, കാൽനട യാത്രക്കാരുടെ എല്ലാം ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലേക്കുള്ള വലിയ ബുദ്ധിമുട്ട് ജനങ്ങൾ അനുഭവപ്പെടുന്നു. സത്യത്തിൽ ഈരാറ്റുപേട്ടക്കാരായിട്ടുള്ള ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നില്ലായിരിക്കും ആ ബസ് സ്റ്റാൻഡ് കൊണ്ട്. പുറത്തു നിന്ന് വരുന്ന നമ്മുടെ ചുറ്റുപ്രദേശത്തുള്ള പഞ്ചായത്തുകളിൽപ്പെട്ട നിരവധി ആളുകൾക്ക് ഉപകാരപ്രദമാകേണ്ട ആ ബസ് സ്റ്റാൻഡ് നിലവിൽ അടിയന്തരമായി മുനിസിപ്പാലിറ്റി അതിനുവേണ്ടിയുള്ള ഈ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ തന്നെ മുനിസിപ്പാലിറ്റി അതിനുവേണ്ടി നിർമ്മാണം നടത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ നടത്തുന്നുണ്ട്. ഈ വർഷത്തെ പ്രോജക്റ്റിൽ 1 കോടി രൂപ അടക്കം മുനിസിപ്പാലിറ്റി അതിനുവേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. എന്നാൽ പോലും അടിസ്ഥാനപരമായി പെട്ടെന്ന് ചെയ്യേണ്ട ഒരു പ്രവർത്തനം നഗരസഭ ഏറ്റെടുത്ത് ആ ചെളികുണ്ടങ്ങൾ അവിടെ നിന്ന് മാറ്റി, ചെളികൂമ്പാരങ്ങൾ അവിടെ നിന്ന് മാറ്റി, അവിടെ എന്തെങ്കിലും തരത്തിൽ ജനങ്ങൾക്ക് ഉപദ്രവകരമല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനം നടത്തണമെന്നാണ് ഈ കൂട്ടത്തിൽ ഇതിന്റെ ഭാഗമായിട്ട് പറഞ്ഞു പോകാനുള്ളത്. പിന്നെ നമ്മുടെ നഗരസഭയിലെ ടാറിംഗ് റോഡുകളുടെ അവസ്ഥയെല്ലാം നമ്മൾ കാണുന്നതാണ്. റോഡുകളുമായി ബന്ധപ്പെട്ടും നഗരസഭയിലെ കോൺട്രാക്ടർമാരുമായി ബന്ധപ്പെട്ടെല്ലാം വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. ഈ പ്രശ്നങ്ങളുടെയൊക്കെ പേരിലാണ് ഈ റോഡിന്റെ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഭരണസമിതി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എന്തെന്നൊക്കെ പറഞ്ഞാലും ഭരണസമിതിയുടെ ഇച്ഛാശക്തിയുടെ ഭാഗമായിട്ടാണ് ആ ടാറിംഗ് റോഡുകളുടെ പ്രവർത്തനമെല്ലാം നടക്കേണ്ടത്. ഏതൊരു പ്രവൃത്തിയാണേലും ആ ഭരണസമിതിയുടെ അല്ലെങ്കിൽ അധികാരികളുടെ ഇച്ഛാശക്തിയുടെയും കഴിവിന്റെയും ഭാഗമായിട്ടാണ് എത്രയും പെട്ടെന്ന് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം നടക്കേണ്ടത്. അത് നടക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലും അടിയന്തരമായി നടക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടൗണിലെ വഴിവിളക്കുകളുമായി ബന്ധപ്പെട്ടു നമുക്കറിയാം, നമുക്ക് അരുവിത്ര പാലവും സെൻട്രൽ ജംഗ്ഷനിലെ പാലവും, ആ പാലത്തിന്റെ ഭാഗത്തെല്ലാം രാത്രി കാലങ്ങളിൽ വലിയ ഇരുട്ടും കൂടാരം പോലെ കിടക്കുകയാണ്.
അവിടെയെല്ലാം വഴിവിളക്കുകൾ സ്ഥാപിച്ചും ഇരുട്ടുള്ള പ്രദേശങ്ങളിൽ, മെയിൻ റോഡുകളിൽ ഇരുട്ടുള്ള പ്രദേശങ്ങളിൽ വഴിവിളക്കുകളെല്ലാം സ്ഥാപിച്ച് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലും മുമ്പോട്ട് പോകണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇതാണ് നഗരസഭയുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ കൗൺസിലർമാർ എന്ന നിലയിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് PKLR മെമ്മോറിയൽ കമ്മ്യൂണിറ്റി ഹാളുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ആക്ഷേപം, ഈ ബിൽഡിംഗ് നിലവിൽ 55 ലക്ഷം രൂപയാണ് ആ ബിൽഡിങ്ങിൽ നഗരസഭ അഡ്വക്കേറ്റ് ഹാരിസ് ബിരാൻ MP മുടക്കിയിട്ടുള്ളത്. ആ ബിൽഡിങ്ങിന് ആകെ പറയാനായിട്ട് ഉള്ളത്, എടുത്തു പറയാനായിട്ടുള്ളത് പച്ച നിറത്തിലുള്ള കുറെ ചുവരുകളല്ലാതെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ആ ബിൽഡിങ്ങിന്റെ അകത്തില്ല. അതൊരു ആക്ഷേപ തമാശ രൂപേണ പറഞ്ഞു പോകുന്നതാണ്. കൃത്യമായിട്ട് തന്നെ ഇപ്പം കഴിഞ്ഞ ദിവസം നഗരസഭയിലെ കൗൺസിൽ അംഗങ്ങൾക്കും CDS അംഗങ്ങൾക്കും വേണ്ടിയിട്ട് ഒരു പരിശീലന പരിപാടി കഴിഞ്ഞ ദിവസം നടത്തേണ്ടിയിരുന്നു. ആ പരിപാടി മുൻപ് തീരുമാനിച്ചിരുന്നത് അവിടെയായിരുന്നു. അതായത് ഈ കമ്മ്യൂണിറ്റി ഹാളിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ അവിടെയായിരുന്നു തീരുമാനിച്ചിരുന്നത്. ശനിയാഴ്ച ദിവസം അവിടെയായിരുന്നു തീരുമാനിച്ചിരുന്നത്. പക്ഷേ അന്ന് അവിടെ നടത്താൻ സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നടക്കുന്ന, രാവിലെ ചായയും കടിയും, ഉച്ചയ്ക്ക് ഭക്ഷണം, വൈകിട്ട് ചായയും കടിയും ഉൾപ്പെടെ കൊടുക്കേണ്ട സൗകര്യമുള്ള ഒരു പ്രദേശത്താണ്, അല്ലെങ്കിൽ ഒരു ഹാളിലാണ് ആ പരിപാടി നടക്കേണ്ടത്. പക്ഷേ ആ പരിപാടി അവിടെ നിന്നും മുനിസിപ്പൽ കൗൺസിൽ ഹാളിലേക്ക് മാറ്റേണ്ട സ്ഥിതിയിലേക്ക് വന്നു. കാരണം എന്തെന്നാൽ അവിടെ കുടിവെള്ളമില്ല, ടോയ്ലറ്റ് സൗകര്യമില്ല, വൈദ്യുതി സൗകര്യമില്ല. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കെയാണ് നഗരസഭാ ഭരണസമിതി അങ്ങോട്ടേക്ക് CDSന്റെ ഈ പ്രോഗ്രാം മാറ്റേണ്ടി വന്നത്. അങ്ങനെ ഒരു പ്രശ്നം കൂടെ അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ പറഞ്ഞു വെച്ച വസ്തുതകളെല്ലാം നിരത്തി ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർക്ക്, നിങ്ങൾ കേൾക്കുന്ന ജനങ്ങൾക്കും ഇത് പരിശോധിക്കാമെന്നാണ്. ഏത് സമയത്തും ഈ പറയുന്ന നഗരസഭാ PKLR മെമ്മോറിയൽ കമ്മ്യൂണിറ്റി ഹാളിലേക്കും ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങൾ ഉന്നയിച്ചു, വിഷയങ്ങളെ സംബന്ധിച്ചും നിങ്ങൾക്ക് ആക്ഷേപമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം. പിന്നെ നഗരസഭയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് സൂചിപ്പിക്കാനുള്ളത്. പിന്നീട് പറയാനുള്ളത്, കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ച ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ, ഈരാറ്റുപേട്ടയുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുൻപിൽ വെച്ച കാര്യങ്ങളെ സംബന്ധിച്ചാണ് കുറച്ച് കാര്യമായി പറയാനുള്ളത്. നമുക്കറിയാം, നമ്മുടെ ഈരാറ്റുപേട്ട നിവാസികളുടെ ദീർഘകാലത്തെ സ്വപ്നമാണ് ഈരാറ്റുപേട്ട കേന്ദ്രമാക്കി പുതിയൊരു താലൂക്ക് രൂപീകരിക്കുക എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട് UDFന്റെ ഭരണ സംവിധാനം നമ്മളോട് കഴിഞ്ഞ ദിവസങ്ങളിൽ ബഡ്ജറ്റിന് ശേഷം പറഞ്ഞ നമ്മളെ നാട്ടിലെ ജനങ്ങളെ അപഹാസ്യരാക്കുന്ന രീതിയിലുള്ള ഒരു വാർത്തയും സോഷ്യൽ മീഡിയയിലുള്ള പ്രവർത്തനവും കണ്ടു. നമുക്കറിയാം, ഈരാറ്റുപേട്ട കേന്ദ്രമാക്കി പൂഞ്ഞാർ താലൂക്ക് രൂപീകരിക്കുന്നതിന് 10 കോടി രൂപ അനുവദിച്ചു എന്നുള്ളതാണ് ആ വാർത്ത. പക്ഷെ അതിൻ്റെ അകത്തൊരു നമുക്ക് മനസ്സിലായത്, കേരളത്തിലെ വലിയ താലൂക്കുകളെല്ലാം വിഭജിച്ച് കേരളത്തിൽ പുതിയൊരു ജില്ല രൂപീകരിക്കുന്നതിനും വേണ്ടി കമ്മീഷനെ പഠിക്കാൻ വേണ്ടി പുതിയ കമ്മീഷനെ നിയോഗിക്കുകയും ആ കമ്മീഷൻ ഈ കാര്യങ്ങളെല്ലാം പഠിക്കുന്നതിന് വേണ്ടിയുമാണ് 10 കോടി രൂപ അനുവദിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷേപം ഉണ്ടെങ്കിൽ നമ്മളെ അറിയിക്കാം, നമ്മളോട് സൂചിപ്പിക്കാം. പക്ഷേ നിലവിൽ നമുക്ക് മനസ്സിലായ കാര്യം, നമ്മൾ പഠിച്ചിട്ട് നമുക്ക് മനസ്സിലായ കാര്യം, ഈ പറഞ്ഞ തരത്തിൽ ഈരാറ്റുപേട്ട ജനങ്ങളുടെ വലിയ ചിരകാലാഭിലാഷമായ ഈ ഇത്തരത്തിലുള്ള ഒരു ടോക്കൺ പ്രൊവിഷനോട് കൂടിയുള്ള ബഡ്ജറ്റിൽ വന്ന ഒരു കാര്യം ഇതിനു മുമ്പ് നമ്മുടെ മുൻ MLA ആയിരുന്ന അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കൊളുത്തുങ്ങളുടെ MLA കാലഘട്ടത്തിലും അദ്ദേഹത്തിന് ഇതിനു മുമ്പുണ്ടായിരുന്ന ബഡ്ജറ്റിലും വന്നിട്ടുണ്ട്. അത് തന്നെയാണ് ഇത്തവണത്തെ ബഡ്ജറ്റിലും വന്നിട്ടുള്ളത്. ഇത് പഠനത്തിന് വേണ്ടി മാത്രമാണ്. ഈരാറ്റുപേട്ട നഗരസഭ, ഈരാറ്റുപേട്ട കേന്ദ്രമാക്കി പൂഞ്ഞാർ താലൂക്കിനെ കുറിച്ച് പഠിക്കുന്നതിന് മാത്രമല്ല, കേരളത്തിലെ വലിയ താലൂക്കുകളെല്ലാം തന്നെ വിഭജിച്ച് ഈരാറ്റുപേട്ട കേന്ദ്രമാക്കി താലൂക്ക് അനുവദിക്കുന്നതിന് മാത്രമല്ല, കേരളത്തിലെ എല്ലാ വലിയ താലൂക്കുകളെയും വിഭജിച്ച് അതുപോലെ തന്നെ മറ്റൊരു ജില്ല രൂപീകരിക്കുന്നതിന് കമ്മീഷനെ നിയോഗിച്ച് ആ കമ്മീഷൻ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് 10 കോടി രൂപ അനുവദിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതിന് വ്യക്തമായ ഒരു മറുപടി ജനങ്ങളെ
അപഹാസ്യരാക്കുന്ന രീതിയിലുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകളെല്ലാം കണ്ടു. അത്തരത്തിലുള്ള ആ ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളത് UDF-ന്റെ ഭരണ സംവിധാനങ്ങളും UDF നേതാക്കളും എല്ലാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ പ്രധാനമായിട്ടും മറ്റൊരു കാര്യം, കഴിഞ്ഞ ദിവസങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരു കേസാണ് മിനി സിവിൽ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണം. ആ കാര്യം നമുക്കറിയാം. മിനി സിവിൽ സ്റ്റേഷന്റെ നിർമ്മാണം കഴിഞ്ഞ മുമ്പ് MLA ആയിരുന്ന അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA അദ്ദേഹവും കളക്ടറും അതുപോലെ തന്നെ മറ്റ് ഉദ്യോഗസ്ഥരെല്ലാവരും കൂടി നിർമ്മാണ ഉദ്ഘാടനം നടത്തിയിട്ടാണ് അദ്ദേഹം ഇലക്ഷനെ നേരിട്ടത്. അതിനുശേഷം ഇപ്പോൾ വരുന്ന പ്രചരണം എന്ന് പറയുന്നത്, വ്യാജ പ്രചരണം എന്ന് പറയുന്നത്, മിനി സിവിൽ സ്റ്റേഷന് പുതിയ സ്ഥലം കണ്ടെത്തണമെന്നും പറഞ്ഞ് അത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളൊക്കെ നടക്കുന്നു. ആ പ്രചരണങ്ങള് തെറ്റാണെന്നാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. നിലവിൽ പോലീസിന്റെ അധീനതയിലിരുന്ന ഭൂമിയാണ്, ഈ റവന്യൂ ഭൂമിയാണ് ഈ പറയുന്ന സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കാൻ വേണ്ടി കണ്ടെത്തിയ 50 സെന്റ് എന്ന് പറയുന്ന സ്ഥലം. അതായത് പോലീസിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്, പോലീസിന്റെ അധീനതയിലിരുന്ന റവന്യൂ ഭൂമിയാണ്. ഈ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് അത്. ആ ഭൂമിയിലാണ് നിർദ്ദിഷ്ട മിനി സിവിൽ സ്റ്റേഷൻ വരാൻ പോകുന്നത്. അവിടെ നിലവിൽ അളന്ന് തിട്ടപ്പെടുത്തി, അതായത് അന്നത്തെ ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും ഉൾപ്പെടെയുള്ള ആളുകൾ താലൂക്ക് സർവേയറുമായി ബന്ധപ്പെട്ട് സർവേ നടത്തി അളന്ന് തിട്ടപ്പെടുത്തി ആ ഭൂമിയിൽ വലിയ ബോർഡ് അടക്കം സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് ഇന്ന ആവശ്യത്തിന് വേണ്ടിയുള്ള ഭൂമിയാണ് എന്ന് പറഞ്ഞുള്ള ഒരു ബോർഡ് അടക്കം സ്ഥാപിച്ചിട്ടുണ്ട്. ആ ബോർഡ് സ്ഥാപിച്ച് അതിനുശേഷം അവിടെ ഒരു വലിയ ബിൽഡിംഗ് നിർമ്മിക്കുന്നതിന് വേണ്ടി എസ്റ്റിമേറ്റ് എടുത്തതിന് ശേഷം അവിടെ ആ എസ്റ്റിമേറ്റിൻ പ്രകാരം അത് ടെൻഡറിന് ക്ഷണിച്ചു. ടെൻഡർ ക്ഷണിച്ചതിന് ശേഷം ആ ടെൻഡറിൽ 6 പേരും ടെൻഡറിൽ കോട്ട് ചെയ്തു. ആ കോട്ട് ചെയ്തതിൽ നിന്നും BC കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു കമ്പനി ആ ടെൻഡർ അവർക്ക് ടെൻഡർ അംഗീകരിച്ചു. ആ ടെൻഡർ അംഗീകരിച്ചതിന് ശേഷം ഇനിയുള്ള പ്രവർത്തനമാണ് നടക്കേണ്ടത്. ഇപ്പൊ ഇലക്ഷൻ വന്നു, നോട്ടിഫിക്കേഷൻ വന്നു, ചെറിയ താമസമെല്ലാം വന്നു, നമുക്കറിയാം. ഇപ്പൊ നിലവിലെ MLA ആയിട്ടുള്ള ശ്രീ അഡ്വക്കേറ്റ് MJ സെബാസ്റ്റ്യൻ ചെയ്യേണ്ടത് ഈ BC കൺസ്ട്രക്ഷൻ ടെൻഡർ എടുത്ത ഈ മിനി സിവിൽ സ്റ്റേഷന്റെ നിർമ്മാണം എഗ്രിമെന്റ് അവരെ കൊണ്ട് വെപ്പിച്ച് ഉടൻ നിർമ്മാണ പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത്. ആ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകേണ്ട ഒരു സമയം, എത്രയും പെട്ടെന്ന് മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാ ആവശ്യം. കാരണം ഈരാറ്റുപേട്ടയിലെ പ്രധാനപ്പെട്ട സർക്കാർ ഓഫീസുകളെല്ലാം തന്നെ ആ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് വരും. നമുക്ക് പെട്ടെന്ന് തന്നെ ഉപകാരപ്രദമാകുന്ന രീതിയിലേക്ക് ഒരു ബിൽഡിങ്ങിൽ തന്നെ നിരവധിയായിട്ടുള്ള ആവശ്യങ്ങൾ നടത്താൻ പറ്റുന്ന സ്ഥാപനങ്ങളെല്ലാം വരും. നമുക്ക് ഭയങ്കര ഉപകാരപ്പെടുന്ന സാധനമാണ്. അപ്പം നമ്മുടെ MLA ശ്രീ പ്രിയപ്പെട്ട MJ സെബാസ്റ്റ്യൻ പെട്ടെന്ന് തന്നെ അദ്ദേഹം ഈ BC കൺസ്ട്രക്ഷനുമായി അവരുമായി ബന്ധപ്പെട്ടും ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടും എഗ്രിമെന്റ് വെച്ച് ആ വർക്കുമായി മുമ്പോട്ട് പോകുന്നുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. പക്ഷെ നേരെ മറിച്ച് ഈ സാമൂഹ്യ മാധ്യമത്തിൽ ജനകീയ ഫോറമാണോ ഏതോ ഒരു ഫോറം ഉൾപ്പെടെയുള്ള ആളുകൾ MLA കഴിഞ്ഞ ദിവസം പോയി കാണുന്ന ഒരു പോസ്റ്റർ കാണാനിടയായി. അത്തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന നടപടികൾ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പോസ്റ്ററുകൾ കാണാനിടയായി. ഇനിയിപ്പോൾ അവിടെ നിർമ്മാണം നടത്തുക എന്നുള്ളതേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും ഒരു സ്ഥലം കിട്ടി, ആ സ്ഥലത്ത് എസ്റ്റിമേറ്റ് എടുത്ത് അവിടെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചാലേ ഉള്ളൂ. ഒരു സ്ഥലം ഉണ്ടെങ്കിലേ ഉള്ളൂ അവിടെ ആ സ്ഥലത്ത് നിർമ്മാണം നടത്താൻ വേണ്ടിയുള്ള എസ്റ്റിമേറ്റ് എടുക്കാൻ പറ്റുള്ളൂ. എസ്റ്റിമേറ്റ് എടുത്താലല്ലേ ഉള്ളൂ ടെൻഡർ ഇടാൻ പറ്റുള്ളൂ. ടെൻഡർ ഇട്ടാലല്ലേ ഉള്ളൂ ഒരു കമ്പനിക്ക് കോട്ട് ചെയ്ത് ടെൻഡർ നടപടികളിലേക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ജനങ്ങളെ അപകടത്തിലാക്കുന്ന രീതിയിൽ നിന്നും ഇത്തരത്തിലുള്ള പ്രചരണത്തിലുള്ള ആളുകൾ പിന്മാറണമെന്നാണ് നമുക്ക് ഈ വാർത്താ സമ്മേളനത്തിൽ അതുകൂടി സൂചിപ്പിക്കാനുള്ളത്. പിന്നെ ഈരാറ്റുപേട്ട ഗവൺമെന്റ് ആശുപത്രിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം, ഇന്നലെ ഉച്ചയ്ക്ക് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു ഒരാളുടെ. ഇന്നലെ അയാൾ ചെന്നപ്പോൾ ഏകദേശം 10-80 ആളുകൾ അവിടെ ക്യൂവിലാണ്. ഞായറാഴ്ച ദിവസമായിരുന്നു, ശരിയാണ്. ഒരു ഡോക്ടർ മാത്രമാണുള്ളത്. ആ ഡോക്ടറെ കൊണ്ട് നടക്കാൻ പറ്റാത്ത സാഹചര്യം. നമ്മൾ കഴിഞ്ഞ ദിവസം നഗരസഭാ കൗൺസിൽ കൂടി എല്ലാവരും കൂടെ കൂടിയെടുത്ത് 29 കൗൺസിലർമാരും കൂടിയെടുത്ത ഒരു തീരുമാനം ഈരാറ്റുപേട്ട ഗവൺമെന്റ് ആശുപത്രി താലൂക്ക് ആശുപത്രിയായി ഉയർത്തുക എന്ന് പറഞ്ഞൊരു തീരുമാനം നമ്മൾ എടുത്തിരുന്നു. പക്ഷെ അതിന് പ്രകാരമുള്ള ഒരു കാര്യവും ഇത്തവണത്തെ നമ്മുടെ നഗരസഭയുടെ ഞങ്ങളുടെ
പ്രിയപ്പെട്ട ചെയർമാൻ അടക്കമുള്ള ആളുകൾ, മന്ത്രി അടക്കമുള്ള ആളുകളെയൊക്കെ പോയി കണ്ടിരുന്നു. പക്ഷെ ഒരു ബഡ്ജറ്റിൽ ഒരു തരത്തിലുള്ള കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യങ്ങളും വന്നില്ല. അത് അപലപനീയമായ ഒരു കാര്യമാണ്. അത്തരത്തിലുള്ള നമ്മുടെ നാട്ടില് പക്ഷെ നേരെ തിരിച്ച് ട്രാഫിക്കുമായി ബന്ധപ്പെട്ട് വലിയൊരു മാറ്റം വന്നു. ആക്ഷേപം പറയുമ്പോഴും ഒരു ഗുണം പറയണമല്ലോ. നഗരത്തിൽ 6 പോലീസുകാരെ ജില്ലാ പോലീസ് മേധാവി നമുക്ക് അനുഭവിച്ചു. നഗരത്തിൽ പോലീസ് സംവിധാനം എല്ലാം വന്നു. ചെറിയൊരു മാറ്റം ട്രാഫിക്കുമായി ബന്ധപ്പെട്ട് ചെറിയൊരു മാറ്റം എല്ലാം വന്നിട്ടുണ്ട്. ഇനിയും മാറ്റങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ ചെറിയൊരു മാറ്റം എല്ലാം വന്നിട്ടുണ്ട്. നമുക്ക് ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നം അത് അടിയന്തരമായി പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. ഞായറാഴ്ച ദിവസം ഒരു ഡോക്ടറെ ഉള്ളൂ. നമുക്ക് 24 മണിക്കൂറും ഡോക്ടർമാരുടെ സംവിധാനമുള്ള ഒരു ആശുപത്രിയായി നമ്മുടെ ഈരാറ്റുപേട്ട ഗവൺമെന്റ് ആശുപത്രി കുടുംബാരോഗ്യ കേന്ദ്രം മാറേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനത്തിൽ UDF-ന്റെ സംവിധാനമാണ് ഈരാറ്റുപേട്ട നഗരസഭയിൽ. എല്ലാ സംവിധാനങ്ങളും നമ്മുടെ നിലവിൽ കേരളം വരെ, കേരള മുനിസിപ്പാലിറ്റി, MLA, മുഖ്യമന്ത്രി അടക്കം കേരള സംവിധാനം അടക്കം മൊത്തം ഭരിക്കുന്നത് UDF-ന്റെ സംവിധാനമാണ്. അവർ നോക്കിയാൽ നടക്കാത്തതായിട്ട് ഈരാറ്റുപേട്ടയെ സംബന്ധിച്ച് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനത്തിലേക്ക് ഇവരെല്ലാം മുമ്പിൽ വരണം. വികസന കാര്യങ്ങളിൽ ഇപ്പോഴും ഉറപ്പിച്ചു യാതൊരു മടിയുമില്ലാതെ, ഒരു ആക്ഷേപവും ഇല്ലാതെ ഞങ്ങൾ സൂചിപ്പിക്കുന്നു. വികസന കാര്യങ്ങളിൽ ഒരു മടിയുമില്ലാതെ ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഈരാറ്റുപേട്ട നഗരസഭയോടും ഇവിടുത്തെ എല്ലാ ഭരണ സംവിധാനത്തോടൊപ്പം ഞങ്ങൾ ഉണ്ടാകും. പക്ഷേ ഞങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ ജനങ്ങളോട് അല്ലെങ്കിൽ ഈ ഭരണസമിതിയോട് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് ജനങ്ങളോട് അറിയിക്കുകയും ഭരണസമിതിയുടെ മുമ്പിൽ കൊണ്ടുവരികയും എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം യാതൊരു മടിയും കൂടാതെ, ഒരു തരത്തിലുള്ള ലാഭേച്ഛയും കൂടാതെ ഞങ്ങൾ അതിന് മുമ്പിൽ നിൽക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത ഇവിടെ വന്ന മാധ്യമപ്രവർത്തകർക്ക് എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.